ഹലോ, ഞാൻ ദാ വീണ്ടും എത്തി. ഇപ്പോൾ തുടർച്ചയായി 2-3 ദിവസം അടുപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരുടെ ലൈക്കൊന്നും കണ്ടില്ല. 2-3 പേരൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ആരിലും ലൈക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇല്ലാതിരിക്കുക ചെയ്യട്ടെ ഇരിക്കട്ടെ. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. വചനമല്ല ഇഷ്ടം. എല്ലാവർക്കും ഒന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വചനമൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. നല്ല കാര്യങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പം സിനിമ, സീരിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉള്ള സമയം കൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകാനേ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ആ വിഷയം വിടുക. അതുകൊണ്ടാണ് ഞാൻ ആരോട് ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാത്തത്. എന്നെപ്പോലുള്ളവരും വചനം കേൾക്കാൻ താല്പര്യമുള്ളവരും കുറച്ച് പേരൊക്കെ കാണുള്ളൂ. അവർ കേൾക്കട്ടെ, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. ഇപ്പം വചനങ്ങളൊക്കെ വായിക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടാനല്ല, ദൈവവചനത്തിൽ നമ്മൾ താല്പര്യം കാണിക്കാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും അവരിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ഒക്കെ എനിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അത് കണ്ടെത്തി അവരുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കുറച്ച് പേരൊക്കെ ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഞാനൊന്നും ചെയ്തില്ല. മിനിഞ്ഞാന്ന് ചാനൽ ചെയ്തതിൽ ഇടയ്ക്ക് എനിക്കൊന്ന് കട്ടാക്കി ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞത് ബൈബിൾ വായിച്ചൊന്നും ഇതിൽ വന്നില്ല. പത്രോസ്ലീഹയുടെ വചനമാണ് ഞാൻ വായിച്ചത്. 12:19 അങ്ങനെ എന്തോ വായിച്ചു. പക്ഷെ അത് വീഡിയോയിൽ വന്നിട്ടില്ല. സാരമില്ല, അത് പോട്ടെ, നോക്കാം അല്ലേ. പക്ഷെ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ പിന്നെ 1 കൊറിന്ത്യസ് 27-23 എത്രയാണോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. 31 വരെ 32 വരെ ഉള്ളത് അത് വായിക്കാം. എന്തോ എനിക്ക് അങ്ങനെ കിട്ടി. 23 അല്ല കേട്ടോ, സോറി 11 മുതൽ 1-17 2 മുതൽ എവിടെയാണ് 13 വരെയുള്ള 14, 13, 14, 16 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ വചനം അധ്യായങ്ങളൊന്നും നോക്കിയിരുന്നില്ല. ഞാൻ ചുമ്മാ ഓടിച്ചു പോയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് തപ്പിയിരുന്ന സാരമില്ല. വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കത് ആദ്യം വായിക്കാം. വായിച്ചിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരും സന്മനസ്സുള്ളവരും ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരും ദൈവവചനം ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കാണുമല്ലോ നമുക്കിടയിൽ. അവരത് മനസ്സിലാക്കട്ടെ, ഇത് ശരിയാണോ. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഗ്രേസ് ഇത് പറയുന്നത് ശരിയാണോ, ആണെന്ന് നിങ്ങൾക്ക് അല്ല എന്ന് നിങ്ങൾക്ക് വലിയ ഡൗട്ട് തോന്നിയാൽ ഞാൻ പറയുന്ന അധ്യായം ബൈബിളിൽ ഞാനത് പറയുന്നുണ്ടല്ലോ, നിങ്ങളത് എടുത്ത് നോക്കണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. എന്നിട്ട് വേണം നിങ്ങൾ സ്വയം വിലയിരുത്താൻ. ഞാനിത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയ പോലെ ഒന്നും ബൈബിൾ പറയാൻ പറ്റുകയില്ല. ബൈബിളിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്കത് മനസ്സിലാക്കിയിട്ട് നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണേ. ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഞാനിത് വീഡിയോ ചെയ്തതിന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ അന്യമതസ്ഥരുടെ ആലയങ്ങളിൽ പോവുകയോ നമ്മൾ അവിടെ പോകുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ടായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബകലഹങ്ങൾ മാറാൻ അവിടെ പോയാൽ ഇങ്ങനെ കിട്ടും, ഇവിടെ പോയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ ചെയ്താൽ കിട്ടും, ഇങ്ങനെ ചെയ്താൽ കിട്ടും. നമ്മൾ മിക്ക ആൾക്കാരും പോകുന്നത് അങ്ങനെയൊക്കെയാണല്ലോ, മന്ത്രവാദം കൂടത്രൊക്കെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മാവിനെ അവരവിടെ ബന്ധിച്ചിടും. ആര് ബന്ധിച്ചിടും? ഈ കൂടത്രക്കാരല്ല. കൂടത്രക്കാരായിരിക്കാം അവരുടെ ദേവന്മാർ നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചിടും. പിന്നെ നമ്മളിവിടെ തിരിച്ചു വരുന്ന നമ്മുടെ ശരീരം മാത്രമായിരിക്കും. നമ്മുടെ ആത്മാവിന് മുറിവേൽക്കും. നമ്മൾ പിന്നെ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് യാദൃച്ഛികമായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫലിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെടുകയും, ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് ഒരുവന് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ പിന്നെ എന്ത് കൊടുക്കും? നമ്മുടെ പക്കലൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ചീഞ്ഞു വന്ന ശരീരമൊന്നും ദൈവത്തിന് വേണ്ട. ദൈവം ആത്മാവാകുന്നു. അവന് വേണ്ടതും ആത്മാവിനെയാണ്, നമ്മുടെ കളങ്കവും കറിയും ഏൽക്കാത്ത ശുദ്ധമായ ആത്മാവിന്. അപ്പം നമ്മൾ അവിടെ പോയി നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല യാതൊരുമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒന്നാതെ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകുകയില്ല. ഒരു കാര്യത്തിനോടും ജോലി ചെയ്യാൻ ഉന്മേഷമില്ല,
പിന്നെ കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകും. പിന്നെ ഒന്നിനോട് ഒരു താല്പര്യം ജോലി ചെയ്യാനോ പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പോലും നമുക്ക് വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വരെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്പം ധ്യാനം കൂടുമ്പോഴൊക്കെ നമ്മൾ അച്ഛന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പല പല പ്രാവശ്യങ്ങളും പലരും ബന്ധനങ്ങൾ പൊട്ടിക്കാനും കെട്ടുകൾ പൊട്ടിക്കാനും എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലാറില്ലേ. ചിലപ്പം നല്ല നല്ല ധ്യാന ഗുരുക്കളെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ബന്ധനങ്ങൾ വിട്ടുപോകും. എങ്ങനെയാണ് ഈ ബന്ധനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അന്നും ഇന്നും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ ബന്ധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്, നമ്മൾ എവിടെ പോയിട്ടാണ് നമ്മൾ സമ്പാദിച്ചുകൊണ്ട് വരുന്നത്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ ഈ അന്യമതസ്ഥരുടെ പൂജസ്ഥലങ്ങളിലും അമ്പലങ്ങളിലും നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറച്ചി കയറി ചെന്നിട്ടാണ് നമ്മളിത് വാങ്ങിക്കൊണ്ട് വരുന്നത്. ഇതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ അവരവരുടെ രീതിയിൽ അവരിവിടെ വന്നിരിക്കുന്നൊന്നും ഇങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഞാൻ ആ മതസ്ഥരെ ഞാൻ അങ്ങനെ കുറ്റപ്പറയോ തള്ളിപ്പറയോ ഒന്നും ചെയ്യുകയില്ല. അവർ ഇവിടെ വന്ന് ഇങ്ങനത്തെ വേണ്ടതിനുകളൊന്നും കാണിക്കുന്നത് നമ്മളാണ്, നമ്മുടെ ആൾക്കാരാണ് ഈ വേണ്ടതിനുകളൊക്കെ കാണിക്കുന്നത്. നമുക്കാണ് ഈ അറിവില്ലായ്മ കൂടുതലുണ്ടാകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആത്മാവിനെ അവിടെ കൊണ്ട് തളച്ചിട്ടിട്ട് നമ്മൾ വെറും കൈയോടെ ഇങ്ങോട്ട് വരിക. പിന്നെ തമ്പുരാൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ യാചിച്ചാലൊന്നും ഫലമുണ്ടാവില്ല. നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ പോയി യാചിച്ച് നമുക്കിതിൻ്റെ ഫലമുണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മളിൽ ഇടപെട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ സഹോദരൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബന്ധനങ്ങൾ അയക്കണം. കർത്താവിനെ ബന്ധനങ്ങൾ അയക്കാൻ കഴിയുള്ളൂ. കർത്താവിനറിയാം നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ആത്മാവിനെ അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ച് വെറും കൈയോടെ തിരിച്ചു വരുന്നവരാണ്. നമ്മുടെ പൊള്ളയായ ശരീരമായിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുന്നത്. ആ ഒരു വിവരക്കേട് ആരും കാണിക്കരുത്. ഇനി മേലിലെങ്കിലും ആരും അങ്ങനെ കാണിക്കരുത്. അത് തെറ്റായ ഒരു സമ്പ്രദായമാണ്. നമ്മുടെ ശരീരങ്ങൾ നമ്മൾ നശിപ്പിച്ചു കളയും. രോഗങ്ങളും വ്യാധികളെല്ലാം വന്ന് കയറും നമ്മുടെ ശരീരത്ത്. പിന്നെ ബന്ധങ്ങൾ കഴിക്കാൻ നമ്മൾ പിന്നെ നെട്ടോട്ട് ഓടും. നമ്മൾ ഇതുപോലെ ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് പോയോ ബൈബിൾ വായിച്ചത് കർത്താവിന് പെട്ടെന്ന് കോപം വരുന്ന കാര്യമാണ്. ഒന്നാം പ്രമാണ ലംഘനം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് കർത്താവ് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം അതാണ്. മറ്റെന്തും കർത്താവ് ക്ഷമിക്കുന്നു, കർത്താവ് ക്ഷമിക്കല. ഇതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാതെ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തമ്പുരാൻ കേൾക്കാതെ പോകുന്നതിൻ്റെ കാര്യം ഇതാ. പിന്നെ നമ്മൾ ദൈവത്തെ കോപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. അതുകൊണ്ട് മേലിൽ ആരും അങ്ങനെ ആവർത്തിക്കരുത്. നമ്മുടെ ആത്മാവിനെ കൊണ്ട് മറ്റുള്ള ആലയങ്ങളിലോ അമ്പലങ്ങളോ ഒന്നും കൂടി തളച്ചിടരുത്. അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. നമ്മളവിടെ പോയാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. നമ്മളങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നില്ല, നമ്മുടെ ആത്മാവിനെ പിടിച്ച് കിട്ടും. നമ്മുടെ കൈകളിലെല്ലാം കൂച്ചി വിലം കെട്ട് പുറകോട്ട് കൂച്ചി കെട്ടി വെക്കും അവർ. നമ്മുടെ കാലുകളെ കെട്ടിക്കും. ഇത് കാലെല്ലാം കെട്ടിവെക്കും. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്, അലസത ഉണ്ടാകുന്നത്, ജോലിയോട് താല്പര്യക്കുറവ് വരുന്നത്, നമുക്ക് പണിയെടുക്കാൻ മടി തോന്നും. ഇപ്പോൾ ചിലർക്ക് തോന്നില്ല, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ന് പറ്റുന്നില്ല, ഒന്നിനും ഒരു താല്പര്യവും തോന്നില്ല, ഇന്ന് ജോലിക്ക് പോകണ്ട എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അത് നമ്മൾ തന്നെ പോകണമെന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആര് ചെയ്താലും അങ്ങനെ സംഭവിക്കും. തലമുറയായി കൈകളെ മാറി വരുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മളെ ബാധിക്കും. അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഓർക്കണം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നോട് നമ്മൾ കൈ മാറി നിൽക്കരുത്. നമ്മൾ അതിനുവേണ്ടി വീട്ടിൽ പ്രാർത്ഥിക്കണം തമ്പുരാനോട്. പിന്നെ ഇതിനൊക്കെ ഒരു വിടുതൽ നമ്മൾ വാങ്ങണം. പിന്നെ മോചനം ഉണ്ടാവണം. നമ്മുടെ ആത്മാവ് ശുദ്ധമായിരിക്കട്ടെ. അതൊന്നും തകർത്ത് കളയരുത്. തമ്പുരാൻ്റെ തന്നിൽ ചെന്ന് ചേരേണ്ടതാണ്. കർത്താവ് ഈശോമിശിഹ നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മൾ ദത്ത് മക്കളാണ്. നമ്മളെ ദത്തെടുത്താണ് കർത്താവ്. നമ്മളാണ് പിന്നെയും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ ഈ മോശമായ പ്രവൃത്തി ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ പിന്നെയും വീണ്ടും നഷ്ടപ്പെടുത്തുന്നത്. പിന്നെയും കർത്താവ് നമ്മളെ തേടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. അവനവനെ സൂക്ഷിച്ചാലേ രക്ഷയുള്ളൂ. പിന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഓരോന്നിലൊക്കെ വെച്ച് തലവെച്ച് കൊടുത്തിട്ട് വേണ്ട അതിനുകളൊക്കെ വെച്ച് തലവെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ വചനം വായിക്കാം കേട്ടോ. ഞാനത് 1 കൊരിന്ത്യർ 11:16 വരെയുള്ള തിരുവചനം. 16 വരെയുള്ള. സ്ത്രീയും ശിരോവസ്ത്രവും. ഇത് വായിക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാനിത് നമ്മുടെ പള്ളിയിൽ പലരെ കുറച്ച് ആൾക്കാരോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ വിവരക്കേടാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പൗലോസിലെ എഴുതാണ് കേട്ടോ. പ്രശംസിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ്
ഭർത്താവും. ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ? മനസ്സിലായില്ലേ? ഞാൻ പറയുമ്പോൾ കുറച്ച് കർശനമായിട്ട് പറയും. പക്ഷേ നമ്മൾ കേട്ടിട്ടും മനസ്സിലാക്കുന്നില്ല, കണ്ടിട്ടും നമ്മൾ കാണുന്നില്ല. നമ്മൾ അന്ധത ബാധിച്ചവരായി ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ കർശനമാക്കുന്ന ചില കാര്യങ്ങളിൽ. ഞാൻ ആഗ്രഹിക്കുന്നു, ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ എവിടെ ദൈവകാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുവോ അവിടെയൊക്കെ നമ്മൾ ശിരസ് മറച്ചിരിക്കണം. സ്ത്രീ പെട്ടെന്ന് മറന്നു പോകരുത്, സ്ത്രീ ആയിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെ ഞാൻ ഒരാളോട് പറഞ്ഞ കാര്യം അത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയിൽ തല മൂടിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുകയില്ല എന്ന്. വീണ്ടും വായിക്കാം. ശിരസിനെ അപമാനിക്കുന്നു. സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണിത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും മഹിമയും ആകയാൽ അവൻ തല മൂടരുത്. സ്ത്രീയാകട്ടെ പുരുഷന്റെ മഹിമയാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. അറിയാമല്ലോ അല്ലേ സ്ത്രീ എങ്ങനെയാണ് ഉണ്ടായതെന്ന്? കുറേ പുറകോട്ട് പോവുക ഉൽപ്പത്തിയിലേക്ക്. സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത് പുരുഷന്റെ വാരിലെടുത്താണ് സ്ത്രീ സൃഷ്ടിച്ചത്. അറിയാലോ എല്ലാവർക്കും, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീയിൽ നിന്നല്ല പുരുഷനുണ്ടായത്, പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പുരുഷനെ സ്ത്രീ പ്രസവിക്കുന്നുണ്ട്, അതല്ല, തുടക്കം ആരംഭത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിൻ്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്ക് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും അതിനുശേഷവും, നമ്മുടെ കാലഘട്ടത്തിലല്ല, അതിനുശേഷം പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടായതിനു ശേഷം അതിങ്ങനെ തുടർന്ന് വരികയാണല്ലോ. ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല. ഉണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്നും പിറക്കുന്നു. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ, അതും ഇതും ദൈവത്തിൽ നിന്ന് തന്നെ, അല്ലാണ്ട് മനുഷ്യനിൽ നിന്നല്ല. മനുഷ്യർക്ക് ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്ത്രീ തല മറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. നീണ്ട മുടി പുരുഷന് അപമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പുരുഷന്മാർ മുടി നീട്ടി വളർത്തി നടക്കുന്നത് എന്തിനാണത്? ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന മുടി എയർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വെക്കുക, പിന്നെ ക്ലിപ്പിട്ട് വെക്കുക, ചുരുട്ടി കെട്ടി വെക്കുക. അത് അവന് അപമാനമല്ലേ? പിന്നെ എന്തിനാണ് അവൻ ഈ പണി കാണിക്കുന്നത്? സ്ത്രീക്ക് അപമാനമല്ല. സ്ത്രീക്ക് നീണ്ട മുടി ഭൂഷണം നല്ലതാണ്, ഭംഗിയാണ്, സൗന്ദര്യമാണ്. ഈ പുരുഷന്മാർ ഇതൊക്കെ അറിഞ്ഞു വേണം മുന്നോട്ട്. ദൈവത്തെ ധിക്കരിച്ച് പോകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് എതിർ പ്രവർത്തിക്കുകയാണ്. എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തിയൊക്കെ ആയിരിക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ. അവരൊക്കെ ആണല്ലോ മനുഷ്യന്മാരെ ഉള്ളിൽ കടന്നുകൂടി ഈ വേണ്ടാദിനങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരുന്നു. സ്ത്രീ ഒരിക്കലും പുരുഷന്റെ വേഷം ധരിക്കരുത്. അതായത് ഇപ്പൊ കാണുന്നില്ലേ,
പാൻറ് വിട്ടു ബനിയന് വിട്ടു അങ്ങ് നടക്കുക. ചില പിന്നെ മുടിയൊക്കെ ചുട്ടിക്കുട്ടി വെക്കുന്നതുകൊണ്ട് ആണാണോ പെണ്ണാണോ അറിയില്ല. ഇപ്പോൾ ആണുങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്, പെണ്ണുങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണാണോ പെണ്ണാണോ ശരിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ദൈവികമായി ജീവിക്കണം. പൈശാചിക ഭാവത്തോടെ താരതമ്യപ്പെടുത്തരുത്. നമ്മൾ നമ്മളെ തന്നെ വിട്ടു കൊടുക്കരുത്. അവനൊക്കെ വന്ന് കയറാൻ എളുപ്പമുള്ള വഴികളാണ് അതൊക്കെ. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ കൊണ്ട് ഒന്ന് പറഞ്ഞ് തിരുത്തെൻ്റെ പൊന്നു സഹോദരന്മാരെ. പുരുഷന്മാരെ മുടി നീട്ടി വളർത്താൻ പാടില്ല. ഇപ്പൊ കാണാൻ ഓരോ കടുക്കനൊക്കെ ഇട്ട് നടക്കുന്നവരോ ഒരു കാതിലൊന്നും. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനി പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ. എന്തോ സ്ത്രീക്ക് ഒരു ആഭരണം, തലമുടി സ്ത്രീക്ക് ഒരു ആഭരണമായി നൽകപ്പെട്ടിരിക്കുന്നു. അഭിപ്രായ അഭിപ്രായ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്. അതാ അഭിപ്രായ വ്യത്യാസമുള്ളവർ എനിക്ക് പറയാനുള്ളത്. പൗലോസ് അന്നേ ഇത് തീരുമാനിച്ച കുറച്ച കാര്യം അന്നേ ഉണ്ട്. ഇത് ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ടതൊന്നും അല്ല ഇത്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ മേൽ പറഞ്ഞതിനൊഴികെ മറ്റൊരു സമ്പ്രദായവുമില്ല എന്നതാണ്. മനസ്സിലായില്ലേ? മേൽ പറഞ്ഞതിന് അഭിപ്രായ വ്യത്യാസമില്ല. ആർക്കാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്? നമ്മൾക്ക്.